അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു വലിയ ഡീൽ മേക്കറാണ്. ഒരു വെടിക്ക് 5-10 കിളികളെ വേണമെങ്കിൽ വെടിവെച്ചിടാൻ കഴിവുള്ള വ്യക്തിയാണ് ട്രംപ്. ഇറാൻ യുദ്ധത്തിൽ അത് തന്നെയാണ്. അദ്ദേഹത്തിന് യുദ്ധത്തിന് പോയൊന്നും അത്ര അങ്ങനെ യുദ്ധം ചെയ്ത് ധീരയോദ്ധാവ് ഇതൊന്നുമില്ല. പേടിപ്പിക്കും, അടിക്കും, ഞങ്ങൾ കുറച്ചൊക്കെ അടിക്കും ഇറാനൊക്കെ. അതല്ലാണ്ട് അദ്ദേഹത്തിന് അങ്ങനെ യുദ്ധത്തിന് പോയിട്ടുള്ളൊരു ആഗ്രഹമില്ല, ഒട്ടും ആഗ്രഹമില്ല അദ്ദേഹത്തിന് യുദ്ധത്തിന് ഒട്ടും. അതുകൊണ്ടാണ് അദ്ദേഹം പകച്ചതുകൊണ്ട്, അതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം കിടന്നിട്ട് ഇങ്ങനെ ഇപ്പോൾ പൊട്ടിക്കും, എല്ലാം പൊട്ടിക്കും, ഞാൻ പൊട്ടിക്കട്ടെ, വേണമെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം വരച്ച വരയിൽ കാര്യങ്ങൾ പോകുന്നു. നമുക്കറിയാം, അദ്ദേഹം വെനിസ്വേലയിൽ പോയി 45 മിനിറ്റിൽ ലോകത്തിലെ 17% എണ്ണ നിക്ഷേപം അയാളുടെ കയ്യിൽ ഒതുക്കി. ഇനി അതിൻ്റെ പങ്ക് പറ്റിയാൽ മതി. അമേരിക്കയ്ക്ക് ഗുണോട്ടെ, അയാൾ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കിട്ടിയെന്നുള്ളത് നമുക്കറിയില്ല, പക്ഷേ കിട്ടാൻ സാധ്യത കുറവാണ്. അദ്ദേഹം അതിലൊരു പങ്ക് പറ്റുക. കാരണം കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ വരുന്ന സർക്കാരുകൾ, അമേരിക്കയിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഈ സർക്കാരുകൾ പിടികൂടും. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇതിലിപ്പോൾ ഇരിക്കുന്ന ആൾക്കാരൊക്കെ മാറി അടുത്ത തലമുറ വരുമ്പോൾ അത് ഇതാവും. ഇദ്ദേഹം ഭയങ്കര വീതുവെപ്പാണ് നടത്തിയത്. അത് ഇറാൻ അടക്കം ചേർന്ന്, എല്ലാവരും അടക്കം ചേർന്നിട്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ. പുടിൻ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. ഇതിൽ പണി കിട്ടാൻ പോണത് ഹോർമുസ് കടലിടുക്ക് വഴി അവിടെ പണം പിരിക്കാം, ചുങ്കം പിരിക്കാം, ഗുണ്ടാപിരിവ് നടത്താമെന്നുള്ളത് ഇറാനും പാകിസ്ഥാൻ്റെ അസീം മുനീറും കൂടിയാണ് ഇയാൾക്ക് പറഞ്ഞു കൊടുത്തത്, ട്രംപിന് പറഞ്ഞു കൊടുത്തത്. അവിടെ പിരിക്കാട്ടെ, അവിടെ ഇത്തിരിക്കോളം ഒരു ഗ്യാപ്പാണ് അവിടെ കണ്ട് അവിടെ ഇന്ന് 15 അമേരിക്കൻ യുദ്ധ കപ്പലുകൾ അവിടെ നങ്കൂരിട്ടേക്കാം, ഇനി ഞങ്ങൾ നോക്കുന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ അടി കിട്ടാൻ പോകുന്നത് ഏഷ്യയിലെ രാജ്യങ്ങൾക്കാണ്. അതിലേ പോകുന്ന കപ്പലുകളിൽ 38% ചൈനയ്ക്ക് വേണ്ടി പോകുന്ന സാധനങ്ങളാണ്. പകുതിയോളം 38% അതിലെ കടന്നു പോകേണ്ടത്, എണ്ണ കടന്നു പോകേണ്ടതും, എണ്ണയുണ്ട്, ഹീലിയം, ഇതൊക്കെ ഉണ്ട്, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ട് അതിൽ കടന്നു പോകുന്നത്. അതായത് ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിൽ സൗദി രാജാവും പങ്കുപറ്റുണ്ടാവണം. ചൈനയ്ക്ക് ഇതിൽ ഗതിയിലുണ്ടായി. ചൈനയുടെ പരിപാടി തീരും, സമ്പദ് വ്യവസ്ഥ തകർന്നു തീരും. അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, ഒരു വെട്ടിക്ക് 5-10 ഇറാൻ ചില്ലറയില്ല. ഇറാനെ വഴിയിൽ കൊണ്ടുവരാൻ അവിടുത്തെ നേതാക്കന്മാരൊക്കെ ഇതിലെടുക്കാൻ ആ ചർച്ചയിൽ തന്നെ നടന്നിട്ടുണ്ട്, നമ്മളോട് പുറത്ത് പറയാണ്ടിരിക്കുന്നതാണ്. അടുത്തത് 15% പോകുന്നത്, അതിലെ കടന്നു പോകുന്നത് ഇന്ത്യയാണ്. ജപ്പാൻ 11%, പിന്നെ സൗത്ത് കൊറിയ, യൂറോപ്പിന് 3% ഉള്ളൂ അതിലെ കടന്നു പോകുന്നത്. പക്ഷേ ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാം. പക്ഷേ ട്രംപ് അവിടെ ഒരു അവസരങ്ങൾ പുറമേ നിന്ന് ഉണ്ടാക്കുന്നവനാണ് ട്രംപ്. അപ്പോൾ അദ്ദേഹം ആ പ്രദേശം, അദ്ദേഹത്തിന് ഇപ്പോൾ അവിടെ ഇറാനിലെ ബോംബിങ് അല്ല അവർ നോക്കുന്നത്, തന്നെയല്ല IRGCയുടെ കുറച്ച് പട്ടാളക്കാരെ അടിക്കേണ്ടതുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം കുഴപ്പമില്ല. IRGCയുടെ പട്ടാളക്കാരെ അടിക്കണമെങ്കിൽ ഇവരുടെ ശ്രദ്ധ മുഴുവൻ, അതായത് ആ കടലൊടുക്ക്, നമ്മൾ ആ മാപ്പ് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ കടലൊടുക്ക് ചില്ലറ ഏരിയയാണ്. അവിടെ മൈനുകൾ വിതച്ചിട്ടുണ്ട് ഇറാൻ. അവിടെ കിടന്ന് കളിക്കുന്നത് അത്ര ബുദ്ധിയല്ല. ആ മൈനുകൾ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു കപ്പൽ മുങ്ങിയാലോ, അതല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ പൊട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുഴപ്പമില്ല. പക്ഷേ അമേരിക്കയുടെ ഏതെങ്കിലും കപ്പലുകൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നവും. അപ്പോൾ അദ്ദേഹം അവിടെ കിടന്നല്ല കളിക്കുന്നത്. അവിടെ നിന്ന് ഇന്ത്യൻ ഓഷ്യനിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇത്രയും കൂടി തെക്കോട്ട് മാറിയിട്ടാണ് ഈ സേനേന്. കാരണം അവിടെ മൈൻ വിതച്ചിട്ടില്ല. അവിടെ അതിലേ കടന്നു വരുന്ന ഇറാനിയൻ കപ്പലിനെ അയാൾക്ക് പിടിക്കാൻ പറ്റും. ഇറാനിയൻ കപ്പൽ ചൈനയ്ക്ക് വേണ്ടി പോകുന്നു. അവർ പറഞ്ഞാൽ ഒരാളും പോകണ്ട, അടയ്ക്കണ്, ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത്. ഇനി ഇയാൾ എന്ത് പറയും? നമ്മുടെ ട്രംപളിനൊരു ബുദ്ധിയുണ്ട്. ട്രംപളിയും പറയും, ഞങ്ങൾ ഡിഫൻസിന് വേണ്ടിയിട്ട്, ഇതിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇറാനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്ര കോടി രൂപയാണ് ഒരു ദിവസം അമേരിക്ക ചിലവാക്കുന്നത്. $2 ബില്യൺ. $2 ബില്യൺ 20,000 കോടി രൂപയാണ് സൈന്യത്തിന് വേണ്ടി മാത്രം. അതിൻ്റെ നാശനഷ്ടങ്ങളും എക്കോണമിക്ക് ഇതൊക്കെ കണക്കിലെഴുതി അദ്ദേഹം. അത്രക്കാരനാണ് ട്രംപ്. ഇതൊക്കെ കണക്കിലെഴുതിയിട്ട് പറയും, ഞങ്ങൾക്ക് ഇത്ര നഷ്ടം ഉണ്ടായി, ഇനി അവിടെ നിന്ന് ചുങ്കം പിടിച്ചിട്ട് ഒരു കപ്പലും പോയാൽ മതി. ആർക്കടി കിട്ടുന്നത്? ചൈന യുദ്ധത്തിനിറങ്ങി ചൈനയ്ക്ക് ഇവിടെ വന്ന് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, അവരുടെ മിലിറ്ററിക്ക്, കാരണം അവർക്ക് ഇവിടെ വന്ന് ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കാനായിട്ടുള്ള യുദ്ധത്തിലേക്ക് അവരുടെ സൈന്യത്തിനെ ഇറക്കി കഴിഞ്ഞാൽ അവിടെ പണി കിട്ടും. അവിടെ ജപ്പാനും സൗത്ത് കൊറിയയും വിയറ്റ്നാമും ഈ തായ്വാനൊക്കെ കാത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ശക്തി മാറിക്കഴിഞ്ഞാൽ, അപ്പോൾ ട്രംപ് ഒന്നും കാണാണ്ടല്ല ഇവയൊക്കെ പണിക്കിറങ്ങിയിരിക്കുന്നത്. അയാൾ അവിടെ സെൻകോം കമാൻഡർ ബ്രാഡ് കൂപ്പർ പറഞ്ഞിട്ട്, ഇനി ഞങ്ങൾ തീരുമാനിക്കും കടലിടുക്ക്. ഇറാൻ പറഞ്ഞത് ഞങ്ങൾ തീരുമാനിക്കും, മൈൻ വിതച്ചേക്കണേ. ആ കടലിടുക്കിൻ്റെ തെക്കോട്ട് ഇങ്ങോട്ട് മാറിയിട്ട് അമേരിക്ക അതങ്ങോട്ട് അടച്ചുപൂട്ട്. ഇത്തിരി തെക്കോട്ട് മാറിയാലും അതായത് ഇപ്പോൾ 31 മൈൽ ദൂരമുള്ള കടലിടുക്ക്.
അതിൻ്റെ പിന്നോട്ട് ഇത്തിരിയും കൂടിയും പുറകിലോട്ട് പോകുമ്പോൾ അത് കൂടി വന്ന ഒരു 60 കിലോമീറ്റർ 60 മൈലുണ്ടാവും. അമേരിക്കൻ സേനയ്ക്ക് അത് വിഷയമുള്ള കേസല്ല. ആ പ്രദേശത്തിൽ കൂടെ ആരും കടന്നുകൊണ്ട. അതായത് അവിടെ ചെറിയ ആ കവാടം ഇറാൻ അടച്ചേക്കണ്, ഇവിടെ വലിയ കവാടം ഇവരടയ്ക്കും. ചൈനയിലേക്ക് എണ്ണ പോവില്ല. ചൈനയ്ക്ക് 38%, ഇന്ത്യക്കും അതിൻ്റെ നാശനഷ്ടങ്ങളുണ്ടാവും, ജപ്പാനുണ്ടാവും, ഏഷ്യൻ രാജ്യങ്ങൾക്ക്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ട്രംപ് ഒരു വെട്ടിക്ക് 10-15 ഇത്. ഒപ്പം തന്നെ പുടിൻ ട്രംപിന് ശല്യം ഉണ്ടാക്കില്ല. പുടിൻ ഇപ്പോൾ ആ അവസരം മുതലെടുത്തിട്ട് അദ്ദേഹം പറയായിരുന്നു, ഈ 460 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാം, ശല്യമില്ലാണ്ട് കൊണ്ടുപോകാം. അപ്പോൾ ട്രംപ് പറഞ്ഞത് വേണ്ട അതാ സാധനം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് എന്നുള്ളത്. കാരണം ഇത് ഈ സാധനം ഇരിക്കുന്നത് IRGCയുടെ അല്ല, രാഷ്ട്രീയ നേതൃത്വത്തിൽ സാധനം എടുത്തുകൊണ്ട് കൊള്ളം പറയും. അവർ ഇപ്പോൾ ചർച്ചയുടെ ഇടയിൽ അവർ പറഞ്ഞത് 5 കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്ക് ഉണ്ടാക്കില്ല എന്ന്. അപ്പോൾ അമേരിക്ക ചോദിച്ചത് 20 കൊല്ലത്തേക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. 20 കൊല്ലത്തേക്കുള്ള ബാനാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് ശക്തമായിട്ട് പോയി പിടിച്ചെടുക്കാനായിട്ടുള്ള വഴി നമ്മുടെ ഇസ്രായേലിൻ്റെ നെതന്യാഹു ഉണ്ട്. ഇവർ കൂടി കഴിഞ്ഞാൽ ഈ സാധനം പിടിച്ചെടുക്കാം. അങ്ങനെ പയ്യെ ശക്തി കുറച്ച് യുദ്ധത്തിന് പോവാതിരിക്കുക, കടലൊടുക്ക് ഇത് ചെയ്യുക, കുറേ രാജ്യങ്ങളെ ചൈനനെ ഇല്ലാണ്ടാക്കുക, പിന്നെ അമേരിക്കയ്ക്ക് മേലെ വരുന്ന ഇതുകളൊക്കെ ഇത് ഇല്ലാണ്ടാക്കലാണ് ഇപ്പം നടക്കുന്നത്. ആ വീതം വെപ്പാണ് ഇപ്പം നടക്കുന്ന ഇത്. ട്രംപ് ഇവിടെ കളി മാറ്റി കളിക്കും. പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഇനി ഇലക്ഷനെ നേരിടേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 കൈയും വിട്ട് കളിക്കുക അദ്ദേഹത്തിന്. തന്നെയല്ല ഡെമോക്രാറ്റുകൾ മിണ്ടൂല. കാരണം അദ്ദേഹത്തിൻ്റെ സർവ്വ ഇതും അവിടെ ഇവിടെയും രാഷ്ട്രീയം പറയുന്നതല്ലാണ്ട് അദ്ദേഹത്തിന് ഫുൾ ഇതാണ്. അദ്ദേഹം ഇപ്പോൾ ചോദിച്ചത് $1.5 ട്രില്യൺ അമേരിക്കൻ മിലിറ്ററിനെ നവീകരിക്കുന്നതിന് ചോദിച്ചാൽ $1.5 ട്രില്യൺ. ഒപ്പം $200 ബില്യൺ ഈ യുദ്ധത്തിന് വേണ്ടി ചോദിച്ചേക്കണേ. 200 ബില്യൺ കിട്ടിക്കഴിഞ്ഞാൽ 2 ബില്യൺ 100 ദിവസത്തേക്കുള്ള യുദ്ധത്തിനുള്ള പൈസയായി. അപ്പോൾ ആ യുദ്ധം അദ്ദേഹം യുദ്ധം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹം ഇവിടെ ജയിച്ചു വരുമ്പോൾ ഇദ്ദേഹം ജയിച്ചു വരും. അത് സാമ്പത്തികമായിട്ടും ഇതുമായിട്ടും ആ ഒരു ഇത് അവിടെ അദ്ദേഹം ഉണ്ടാവാൻ പോകുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഇത്. അതല്ലെങ്കിൽ 3ാം ലോക മഹായുദ്ധത്തിന് ചൈന തയ്യാറാവണം. എന്താണെന്ന് നമ്മൾ ലോകം നോക്കി കാണാം.